നമസ്കാരം, ടുഡേ അറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം. പുറം ലോകവുമായി ബന്ധപ്പെടാൻ ഏകാശ്രയമായിരുന്ന മുളനിർമ്മിത ചങ്ങാടം തകർന്നതോടെ ആദിവാസി കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു. വഴിക്കടവ് റേഞ്ച് ഉൾവനത്തിലെ പുഞ്ചക്കൊല്ലി, അളക്കൽ നഗറുകളിലെ കുടുംബങ്ങളാണ് ദുരിതം പേറുന്നത്. പുന്നപ്പുഴയ്ക്ക് അക്കരെയാണ് കുടുംബങ്ങളുടെ അധിവാസം. മമ്പാട് കാട്ടുമുണ്ട മോലിപ്പടിയിൽ KSRTC ബസ് ഓട്ടോറിക്ഷയിലിടിച്ച് അപകടം. മദ്രസ വിട്ട് വീട്ടിലേക്ക് പോവുകയായിരുന്ന വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ഓട്ടോയാണ് അപകടത്തിൽപ്പെട്ടത്. വള്ളിക്കുന്ന് നിയോജക മണ്ഡലത്തിലെ ചേലേമ്പ്രയിൽ മഞ്ഞപ്പിത്തം ബാധിച്ച് 15 വയസ്സുകാരി മരിച്ച സാഹചര്യത്തിൽ കർശന നടപടിയെടുക്കാൻ ഒരുങ്ങി ആരോഗ്യവകുപ്പ്. പി അബ്ദുൽ ഹമീദ് MLA അധ്യക്ഷതയിൽ ചേർന്ന അടിയന്തര യോഗത്തിലാണ് കടുത്ത നടപടിയിലേക്ക് പോവേണ്ട സാഹചര്യമാണ് മണ്ഡലത്തിലുള്ളതെന്ന് ജില്ലാ മെഡിക്കൽ വിഭാഗം അറിയിച്ചത്. നാടുകാണി ചുരം മേഖല പ്ലാസ്റ്റിക് വിമുക്തമാക്കുന്നതിന്റെ ഭാഗമായുള്ള പ്ലാസ്റ്റിക് ചെക്ക് പോസ്റ്റ് ജൂലൈ ആദ്യവാരത്തിൽ പ്രവർത്തനം തുടങ്ങും. KNG റോഡിൽ വഴിക്കടവ് ടൗണിനും ആനമറയ്ക്കുമിടയിലാണ് ചെക്ക് പോസ്റ്റ് പ്രവർത്തിക്കുക. മലപ്പുറത്ത് വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു. കോഴിപ്പുറത്ത് വെണ്ണായൂർ AMLP സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് ഷിഗല്ലയെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഭക്ഷ്യവിഷബാധയേറ്റ് 127 കുട്ടികൾ ചികിത്സ തേടിയിരുന്നു. ഇവരിൽ 4 പേരെ പരിശോധിച്ചപ്പോഴാണ് ഷിഗല്ല തിരിച്ചറിഞ്ഞത്. നന്നമ്പ്ര ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വെള്ളം എത്തിക്കാനായി നടപ്പിലാക്കുന്ന നന്നമ്പ്ര സമഗ്ര കുടിവെള്ള പദ്ധതി നിർമ്മാണം വേഗത്തിലാക്കാൻ തീരുമാനം. KPA മജീദ് MLA അധ്യക്ഷതയിൽ ചേർന്ന പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേർന്ന ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയ കക്ഷി നേതാക്കളുടെയും യോഗത്തിലാണ് തീരുമാനം. മലപ്പുറം കുന്നുമലിലെ പഴയ നഗരസഭ ശുചിമുറിക്ക് പകരം ടേക്ക് എ ബ്രേക്ക് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ശുചിമുറികൾ നിർമ്മിക്കാൻ വഴി തേടി നഗരസഭ. കാലങ്ങളുടെ പഴക്കമുള്ളതാണ് നിലവിലെ ശുചിമുറി. അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവും അറ്റകുറ്റപ്പണികളുടെ അപര്യാപ്തതയും കാരണം ശുചിമുറി നടത്തിപ്പ് നഗരസഭയ്ക്ക് നിരന്തരം തലവേദന സൃഷ്ടിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് പുതിയ നിർമ്മിക്കാൻ ആലോചിക്കുന്നത്. മണിമൂളിയിൽ അങ്ങാടിക്ക് സമീപം കാട്ടാനയെത്തി ഭീതി സൃഷ്ടിച്ചു. ചക്ക തിന്നാൻ കാടിറങ്ങുന്ന കൊമ്പനാണ് പുലർച്ചെ 2ഓടെ അങ്ങാടിയിൽ സഹകരണ ബാങ്കിനടുത്ത് വരെ എത്തിയത്. ഇതോടെ ടുഡേ അറ്റ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.